വിളിക്കുന്ന ആരും കേൾക്കുന്നുമില്ല. വെള്ളം നിറയുന്ന ടാങ്കിൽ ഇവൻ ബോധമില്ല, ഇവൻ കൈ പിടിച്ച് നിന്നെടുക്കുക, ഇവൻ ഇങ്ങനെ വീണെടുക്കുക. വെള്ളം വരുന്ന വെള്ളം ഞാൻ എടുത്ത് മൂത്താക്കുന്ന എനിക്ക് കരച്ചിലും വരുന്നത് കേൾക്കൊന്നുമില്ല. അല്ല, ഒരു കൈമന്ന് ഇളകിയാലും വെള്ളത്തിലേക്കല്ലേ പോവാ. ശരിക്കില്ലേ, ഇപ്പൊ ഇവരൊരു അച്ഛനും അമ്മയും ആവാൻ വേണ്ടി റെഡിയാവുന്ന ആളുകളാണ്. ഇതൊക്കെ എന്ത്? ആ രണ്ട് മക്കളുടെ പാരന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്? കുറച്ച് പക്വതയോടുകൂടി. അൻവിന്റെ കൂടെ ഇവൻ നിന്നതിനേക്കാളും കൂടുതൽ ഞാനാ നിന്നിട്ടുള്ളത്, എച്ചുവിന്റെ കൂടെ ഞാനാ നിന്നിട്ടുള്ളത്. അപ്പൊ എനിക്കറിയാം കുട്ടികളുടെ കൂടെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആക്കി നിന്നെക്കാളും കൂടുതൽ. അമ്മമാർക്ക് ഈ കൊച്ചുമക്കള് കൂടുതൽ വരുമ്പോ അതിലേറെ സന്തോഷാണ്. ഇനിയും കൊച്ചുമക്കൾ നിറഞ്ഞൊഴുകട്ടെ അതന്നെയാണ് കേട്ടോ. ഞാൻ നിർത്തി. പണ്ട് ഇവരിങ്ങനെയായിരുന്നോ? എല്ലാ ദിവസവും നമ്മള് കെട്ടിപ്പിടിക്കലും ചെയ്യും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഭയങ്കര സ്നേഹം. നമ്മള് എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്നു നമ്മള്. ടച്ച് പേർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരെയും പോലെ തന്നെ. എനിക്ക് പണ്ട് പോലെ അറിയാവുന്ന എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. എനിക്ക് പണ്ട് പോലെ അറിയുന്നതാണ്, നമ്മുടെ നാട്ടുകാരിയാണ്, സുന്ദരിയാണ്, സുന്ദരിയാണ്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഇതുപോലത്തെ ഒരു ചേട്ടത്തിയും ചേട്ടനും ഞങ്ങൾക്ക് തരുമോന്നാണ് ചോദിച്ചത്. കൊടുക്കൂല. മാണ്ടേ അതെന്താണ്? തരൂല. തരൂലെന്നാ? എന്ത് തരൂലെന്ന് നീയാ പറയണ്ടേ, ഞാനല്ല. പറഞ്ഞില്ല, എനിക്കൊരു സ്വന്തമായിട്ട് പെങ്ങളില്ല. അതെല്ലാം ഞാൻ ഒരു പെങ്ങളുകൂട്ടി അയച്ച്. ഇത് നമ്മളെ ചാനലിലല്ല, ഇത് പുറത്തെ ചാനലിലേക്ക് കട്ട് ചെയ്ത് പോലും കളയാൻ കഴിയില്ല. നിങ്ങൾ കുറച്ച് മയത്തിൽ വിളിക്കണം. ഒരു തമാശക്ക് പറയുന്ന സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട് ആൻഡ് ഡയമണ്ട് ഉണ്ട്. സോ അതൊരു ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾക്ക്? മൂന്നാമത് ഡയമണ്ട് കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ണൂരിൽ തില്ലങ്കേരി എന്ന് പറഞ്ഞ സാധാരണ ഒരു നാട്ടിലേക്ക് നമുക്കൊരു ഡയമണ്ട് കൊണ്ടുവരാൻ പറ്റും. അത് ഇവരെ തന്നെ മെയിനായിട്ട് പറയാൻ അൻവിയും സായിച്ചു തന്നെ ഞാൻ പറയും. കാരണം അവരെ ആ ഒരു ഡൊമൈൻ തന്നെയാണ് അത് ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് എല്ലാം കഴിഞ്ഞ ആ ഒരു റിസൾട്ട് കാണുമ്പോൾ ഹാപ്പിയാണ്. നമുക്കത് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഇവൻ എടുക്കുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് വന്ന് വീഡിയോ എടുക്കുന്നത്, പിന്നെ കിട്ടുന്ന സമയം റെസ്റ്റ് കുറച്ചിട്ടാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. എനിക്ക് ഞാനാകെ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഈ പരിപാടിക്കെല്ലാം ഞാൻ കൂടുന്നുള്ളൂ. എന്നിട്ട് തന്നെ എന്നെ കൊണ്ട് ആകുന്നില്ല. നമുക്കുണ്ട് സങ്കടങ്ങൾ, കാര്യങ്ങൾ, വിഷമങ്ങളെല്ലാം. അത് എല്ലാവരും പോലെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അതില്ലാത്ത ആളൊന്നും ഈ ലോകത്തേ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നമ്മൾ വീഡിയോയിലിടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കരയുന്ന കാര്യം കൊണ്ടിട്ട് ഞങ്ങളാരും കാണില്ല. അത് പിന്നെ നമ്മളെ ഹാപ്പി മൊമെന്റ് കാണാനാണ് നമ്മൾ ഓഡിയൻസിനില്ല, നമ്മുടെ ഫാമിലിയിലുള്ള യൂട്യൂബ് ഫാമിലിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സന്തോഷങ്ങളാണ് കൂടുതൽ പങ്കുവെക്കല്. സംഗീതേട്ടൻ വന്നതിന് ശേഷം ഭയങ്കര ആക്റ്റീവാണ്. വീഡിയോസിൽ കിട്ടുന്ന ഒരു അത് ഈ വീട്ടിൽ മൊത്തത്തിൽ അങ്ങനെയാണ്. ഈ വീട്ടിൽ മൊത്തത്തിൽ ഒരു എനർജി ലെവൽ കുറച്ചൊന്ന് കൂടാറുണ്ട്. അതിന് ഇരുത്തിക്കൊണ്ട് പോകത്തുന്നില്ല, കാര്യമായിട്ടുള്ള സംഭവമാണ്. വീട് അധികം അങ്ങനെ വീടൊന്നുമില്ലല്ലോ, എനിക്ക് 2-3 വീടില്ലല്ലോ. അപ്പൊ നമുക്ക് ഫ്രീ ആണ് വീടാ. ഞാൻ അങ്ങനെ തന്നെ ഒടിവായോ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഭ്രാന്ത്. ഞാൻ ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. 16 മില്യണിലധികം ആളുകളെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കൂടെ കൂട്ടിയ സോഷ്യൽ മീഡിയയിലെ ഒരു സൂപ്പർ ഫാമിലിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സംഗീത് കുമാർ ആൻഡ് ഫാമിലി, സ്വാഗതം. സ്വാഗതം. എനിക്കൊന്ന് 1 വർഷത്തിലേറെ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ കണ്ടിട്ട് അല്ലേ? സോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഇന്റർവ്യൂ കൊടുക്കാത്തന്നല്ല, മെയിനായിട്ട് നമ്മളെ ചാനലിൽ നമ്മളെ കുറിച്ച് ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യം തോന്നിയില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1 വർഷത്തിന്റെ ഗ്യാപ്പ് ആയല്ലോ, പിന്നെ ഒരു ഇന്റർവ്യൂ ഒരു രസമല്ലേ അല്ലേ? ഒരുപാട് വിശേഷങ്ങളും കൂടെ പറയാനുണ്ട്. ഓൾറെഡി നിങ്ങളുടെ ചാനലിലൂടെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും. ആളുടെ മുന്നിൽ ആദ്യം തന്നെ ഒരു നാണം വന്നു. ഇതിലൊന്നും എനിക്ക് പങ്കില്ല. എക്സ്പ്രഷൻ ആണ്. ഓക്കെ, നമുക്ക് ആ വിശേഷം തൊട്ട് തുടങ്ങാം. അതായിരിക്കും നല്ലത്. തുടങ്ങിക്കോളൂ. ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ആ വീഡിയോ കണ്ടോ. പക്ഷെ ഭയങ്കര രസമായിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് ആരുടെ ഐഡിയ ആണ്? ഐഡിയ ഇവളുടെ തന്നെയാണ്. ഇവള് സിനിമ കണ്ടിട്ട് ആ സിനിമയിലെ സീൻ അതുപോലെ സേവ് ചെയ്ത് വെച്ചതാ. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരാളെ ആക്കി നല്ല അടിപൊളിയായിട്ട് നല്ല ഔട്ട്ഡോർ പോലെയൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റാക്കാന്നുള്ള വിചാരിച്ചാണ്. ലാസ്റ്റ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്യേണ്ടി വന്നു അല്ലേ? പക്ഷെ അത് കുറച്ച് വെറൈറ്റി ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഏറ്റെടുത്തത്
എത്ര 14 കമന്റ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ ആണ് കമന്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ അതാ ഞെട്ടിപ്പോയി. ഇവിടെ എല്ലാരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് കൊള്ളായിരുന്നു, രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു അതില്. പണ്ട് മുതൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ശരിക്കില്ലേ, ഇപ്പൊ ഇവരൊരു അച്ഛനും അമ്മയും ആവാൻ വേണ്ടി റെഡിയാവുന്ന ആളുകളാണ്. ആ 2 മക്കളുടെ പാരന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്? അവര് കുറച്ച് പക്വതയോടുകൂടി ഞാനത് റീലിൽ ഞാനതൊന്ന് കാണിച്ചിട്ടുണ്ട്. കാരണം അൻവീന്റെ പേരുള്ള കളി കുറച്ച് ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ളൊരു ഇതിനോട് അല്ല, യോജിക്കുന്നില്ല. ഈ അൻവിന്റെ കൂടെ ഇവൻ നിന്നതിനെക്കാളും കൂടുതൽ ഞാനാ നിന്നിട്ടുള്ളത്. എച്ചുവിന്റെ കൂടെ ഞാനാ നിന്നിട്ടുള്ളത്. അപ്പൊ എനക്കറിയാം കുട്ടികളുടെ കൂടെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആക്കി നിന്നെക്കാളും കൂടുതൽ. സോ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ഗസ്റ്റ് ആള് ഭയങ്കര ടോക്കറ്റീവ് ആണ്. ഇന്റർവ്യൂ തുടങ്ങിയ സമയത്താണ് കുറച്ച് സംസാരം കൂടിയെന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം പണ്ട് അൻവി ആയിരുന്നു ആദ്യത്തെ ഇന്റർവ്യൂല് ഇവന്റെ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഇതേ പ്രായത്തില്. അന്ന് അലമ്പാക്കിയത് ഓനായിരുന്നു. ഇന്നത് ആള് മാറി എച്ചുവായി. പിന്നെ അടുത്തൊരു ഇന്റർവ്യൂ നമ്മള് ആള് ഓൺ ദ വേ പറയണില്ല, ആ ഒരു സമയമാകുമ്പോ അടുത്തൊരു അലമ്പനെയും കൊണ്ട് അല്ലെ അലമ്പത്തിനെയും കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് അമ്മ നോക്കൂ, മക്കളെ കൊണ്ട് ഭയങ്കര സന്തോഷാണ്. അമ്മമാർക്ക് ഈ കൊച്ചുമക്കള് കൂടുതൽ വരുമ്പോ അതിലേറെ സന്തോഷാണ്. അപ്പൊ ഈ സന്തോഷത്തെ എങ്ങനെയാ കാണണം അമ്മ? ഇനിയും കൊച്ചുമക്കൾ നിറഞ്ഞൊഴുകട്ടെ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. അതന്നെയാണ് കേട്ടോ. ഞാൻ നിർത്തി. എല്ലാവർക്കും അതിന് സമമായിട്ട് മതി അല്ലേ? അതെ സമാസമായിട്ട് മതി എന്നൊക്കെ. ശരിക്കും കമന്റ് ബോക്സ് നോക്കുമ്പോ ഒരു പെൺകുട്ടി ആയിരിക്കും, ഓൾറെഡി പ്രഡിക്ഷൻ കഴിഞ്ഞു അവിടെ. പെൺകുട്ടി ആയിരിക്കും, പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അയ്യോ അങ്ങനെയൊന്നുമില്ല. ആണായാലും പെണ്ണായാലും നമുക്ക് സന്തോഷം. ഓക്കെ, നമ്മള് റിവീൽ ചെയ്തപ്പോ നമ്മളെക്കാട്ടും മുന്നേ എല്ലാരും അറിഞ്ഞു എന്നുള്ള മട്ടിലാണ് കമന്റ് മൊത്തം വന്നത്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് അങ്ങനെയാണ് കമന്റ് മൊത്തം വന്നത്. അതെ, നമുക്ക് ആദ്യം മനസ്സിലായി, നമുക്ക് പണ്ടേ മനസ്സിലായിരുന്നു പറഞ്ഞിട്ട് കമന്റ് കുറെ വന്നു. പക്ഷെ അതെങ്ങനെയാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് സർപ്രൈസ് കുറച്ച് ആൾക്കാരെ സർപ്രൈസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ആദ്യം അറിയാനും. എന്നാലും നമ്മളായിട്ട് പറയുമ്പോ അവർക്ക് അത് കാത്തുനിന്നില്ല എല്ലാരും. അവര് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത്, വിശേഷമായ സമയത്ത് ചേട്ടൻ മാങ്ങ ഉപ്പിലിട്ട ഐറ്റംസിനോട് ഒരു കൊതി ഉണ്ടാവും. സോ ആ വീഡിയോ ഉണ്ട്, നിങ്ങൾ കമന്റ് ബോക്സ് വായിച്ചായിരുന്നോ? ഇതുപോലത്തെ ഒരു ചേട്ടത്തിയമ്മയും ചേട്ടനും ഞങ്ങൾക്ക് തരുമോന്നാണ് ചോദിച്ചത്. കൊടുക്കൂല. ഞാനല്ല ശരി, പറഞ്ഞില്ല, എനിക്കൊരു സ്വന്തമായിട്ട് പെങ്ങളില്ല. ആ പ്രശ്നം പരിഹരിച്ചല്ലേ? അതെല്ലാം ഞാൻ എനിക്കൊരു പെങ്ങളുകൂട്ടിയായിട്ട്. ഇത് നമ്മളെ ചാനലിലല്ല, ഇത് പുറത്തെ ചാനലിലേക്ക് കട്ട് ചെയ്ത് പോലും കളയാൻ കഴിയില്ല. നിങ്ങൾ കുറച്ച് മയത്തിൽ വിളിക്കണം, ഒരു തമാശക്ക് പറയുന്നതാണ്. പക്ഷേ കമന്റ് ബോക്സ് കാരണം ഈ സമയത്ത് സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരു ചേട്ടനും ചേട്ടത്തിയമ്മ എപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഭയങ്കര റെയർ ആയിട്ട് ആളുകൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അത് ഒന്നോ രണ്ടോ ഇഷ്ടപ്പെട്ട എല്ലാം കിട്ടിയില്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു? അത് സർപ്രൈസ് ആയിട്ടാണോ? ഉപ്പിലിട്ടത് നല്ല ഉപ്പുണ്ടായിരുന്നു. അല്ല, പറഞ്ഞിട്ട് ചെയ്ത് തന്നെയാണ്, സർപ്രൈസ് ഒന്നുമല്ല. ശരിക്കും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി. ഇപ്പൊ ഓൾറെഡി നമുക്ക് ഏടത്തിയമ്മ ഉണ്ട് ആൻഡ് 2 കുട്ടികളെ നോക്കിയതാണ്. അപ്പൊ ഓൾറെഡി ഒരു അമ്മയാവാൻ പ്രിപ്പറേഷൻ എങ്ങനെ രണ്ടുപേരും അച്ഛൻ അമ്മയാവാൻ വേണ്ടിട്ട്? അങ്ങനെ വെച്ചാല് അംഗൻവാടിയില് ശരിയാ, അമൃതം പൊടി അമൃതം പൊടി അതൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രിപ്പറേഷൻ ആയിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. ഇല്ല, അതിന്റെ വഴിക്ക് അങ്ങനെ അങ്ങ് പോട്ടെ. പക്ഷെ ആൾക്ക് 2 പേർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. 2 കുട്ടികളെ ഇതെല്ലാവർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ആവുക. പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്, ചെയ്യണം, ആക്കണം എന്നുള്ള. കല്യാണം ആ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഇതന്നെ, നമ്മള് കല്യാണത്തിന്റെ അന്നത്തെ ദിവസം ഒരു ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു അന്ന്. കല്യാണം കഴിക്കുന്നതുകൊണ്ടുള്ള ടെൻഷനല്ലേ, പിന്നെ കല്യാണം, അതായത് ഒരു തലേ ദിവസം നാളെ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ഒരു, അതായത് നമ്മളെ കുറച്ച് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞത്. കാരണം നാട്ടിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും വീട് അടുത്തടുത്താണ്. ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറം തന്നെ അവളെ വീട് കേട്ടോ, കുറച്ചപ്പുറമാണ്. ഒരേ നാട്ടുകാരായതുകൊണ്ട് ചെറിയൊരു ഒളിച്ചോട്ടം കൂടി ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഫ്രണ്ട്സിനോടും പറയാനും കഴിയില്ല, കാരണം ഇത് അവളെ വീട്ടിലെ ന്യൂസ് എത്തുന്നതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയല്ലോ അതങ്ങ് സംഭവിച്ചു, കുഴപ്പമില്ലാണ്ടങ്ങ് നടന്നു. അപ്പം അതന്നെയാണ് പെട്ടെന്ന് തലേ ദിവസത്തെ ഒരു ദിവസം ഉണ്ട്, അത് നാളെ തലേന്ന് ശ്രീകൃഷ്ണജയന്തി ശ്രീകൃഷ്ണജയന്തി ഇപ്പൊ തന്നെയല്ലേ ഓർമ്മിച്ചത്. ഇപ്പോഴും ആള് മറന്നിട്ടില്ല. അറിയാലോ,
അല്ല കല്യാണത്തിന്റെ അന്ന് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോ SLC ബുക്ക് എടുക്കാൻ വേണ്ടി ബൈക്ക് എടുത്ത് വന്നിട്ട് വീണ് പിറങ്ങി അത് ഞാൻ പക്ഷെ ഈ വീട്ടില് ചേട്ടന്മാരുടെ ഈ ലവിന് പൊതുവെ അനിയന്മാരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഭയങ്കര സപ്പോർട്ട് അല്ലേ അമ്മ? അതൊരു ഒന്നിച്ച് പിടിച്ച് തന്നെ സപ്പോർട്ട് ഓ അത് ഭയങ്കര ഭാഗ്യ. അതെ, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ പാര വെച്ച് തന്നെ വേണം. പണ്ട് ഇവരിങ്ങനെയായിരുന്നോ? ഭയങ്കര പരസ്പരം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന, വഴക്കൊന്നും കൂടാതെ എല്ലാ ദിവസവും നമ്മള് കെട്ടിപ്പിടിക്കലും ചെയ്യും. ഭയങ്കര സ്നേഹം നമ്മള് ചിലതായിട്ട് ആയ കാലത്തെല്ലാം ഇല്ലേ തച്ച് പേരക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരെയും പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളും. അമ്മ ഇപ്പഴാ സത്യങ്ങൾ പറഞ്ഞത്, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇതിനോട് എനിക്ക് പറയാൻ. അല്ല അതല്ല എല്ലാരെ പേട്ടനിയന്മാരുടെ വീട്ടില് അടി അടക്കാണ്ട് ഏത് പിള്ളേരാ വളർന്നിട്ടുള്ള അങ്ങനത്തെ ഒരു കുട്ടികളും ഉണ്ടാവില്ല. സത്യം, അത് ശരിയാ. ഇപ്പം വലിയ രീതിയിൽ അടി ഇല്ലാണ്ട് പോകുന്നുണ്ട്. ആക്കരുത്. എങ്കിലും ചേട്ടന്റെ ഒരു വലിയ ലൈഫിലെ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നല്ലോ വിവാഹം എന്ന് പറയണം, ഒളിച്ചോട്ട കല്യാണം. സോ അനിയന്ന രീതിയിൽ നമുക്കിത് സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം, ആ ഒരു തീരുമാനം എടുത്ത് എങ്ങനെയായിരുന്നു? അത് എല്ലാ കാര്യത്തിനും അങ്ങനെയാണ്, സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. എൻ്റെ കാര്യത്തിന് ഏട്ടനായാലും ഏട്ടൻ്റെ കാര്യത്തിന് ഞാനായാലും അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് തന്നെ. വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവൻ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യുക, അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ഉപദേശിച്ച് മാറ്റാനൊന്നും നടക്കുന്നില്ലല്ലോ. പിന്നെ എനിക്ക് പണ്ടുപോലെ അറിയാവുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് പണ്ടുപോലെ അറിയുന്നതാണ്, നമ്മുടെ നാട്ടുകാരിയാണ്. കൂട്ടി പറയണമെന്നൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും കമന്റ് ബോക്സ് ആണ് ഇവർ രണ്ടുപേരും ചേച്ചി എന്നെത്തി പോലെ ഫീൽ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് സെയിം നേരിട്ട് കാണുമ്പോ കറക്റ്റ് അങ്ങനെ ഫീൽ വീഡിയോയില് കാണുന്നവര് പറയും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ചേച്ചി എന്നെത്തി ആ ഫീൽ എനിക്ക് കിട്ടണം. ആൻഡ് പേര് ഒരുപോലത്തെ പേര്, അത് ഒരു വീട്ടില് സെയിം പേര് വരുമ്പോ കൺഫ്യൂഷൻസ് വരും. ഈ വിളിക്കുമ്പോ ഒരാളെ വിളിക്കുമ്പോ അടുത്ത ആള് തിരിഞ്ഞു നോക്കും. തുടക്ക സമയത്ത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിങ്ങൾക്ക് ഒരു പേരൊക്കെ ഉണ്ടാവും. ഏട്ടൻ വിളിക്കുമ്പോ ഇത് ആര് റിപ്ലൈ ചെയ്യണം എന്നുള്ള ഡൗട്ടാണ് അടുക്കളയിൽ ഇങ്ങനെ നോക്കിയിട്ട്. രണ്ടാളും നോക്കട്ടെ, ഞാനതാ വിളിക്കുന്നുണ്ടെങ്കിൽ ചായ തരുമോ അങ്ങനെയൊന്നും ചോദിക്കാൻ. അത് ആരിപ്പം വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. അതുകൊണ്ട് ഞാൻ ആരാധം ആദ്യം വിളി കേൾക്കുന്നത് ചായ. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ പേര് മാറിയിട്ട് പോയത്? അങ്ങനെ വലിയൊന്നുമില്ല. ഇല്ല, രണ്ടാളും പേര് രേഷ്മന്നേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ നിന്നെല്ലാം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ആ ഒരു വലിയ ഇഷ്യൂ വന്നിട്ടില്ല ഇതുവരെ. കുറെ ആൾക്കാർ ആദ്യത്തെ തുടക്കത്തിൽ ഇങ്ങനെ കമന്റിൽ അതിങ്ങനെ ചോദിക്കല്ലോ, നിങ്ങൾ ഇങ്ങനെ ഇതേ സെയിം പേരെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ രേഷ്മ രേഷ്മ അങ്ങനെ സംഭവിച്ചു. അതാണ് ഇതിവിടെ പ്രേമിച്ച സമയത്ത് തോന്നിയിട്ടുണ്ട് ഈ പേര് നമ്മള് ഞെട്ടിപ്പോയി. രേഷ്മ പേര് പറഞ്ഞപ്പോ സായിജി എങ്ങനെ കറക്റ്റ് പേരൊക്കെ കണ്ടുപിടിച്ചോണ്ടൊക്കെ അല്ല അങ്ങനെ വരാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോവേ. അതെ, നിങ്ങൾക്കുള്ള ഓൾറെഡി സെഗ്മെന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൊ കുറച്ചും കൂടി കൂടുതലായിരിക്കും. ശരിക്കും ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് ഫ്രെയിംസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ കണ്ട സമയത്ത് ഐ ഫീൽ ലൈക്ക് നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കിയാലും നിങ്ങളുടെ ബ്ലോഗ്സ് നോക്കിയാലും നിങ്ങൾക്ക് ഒരു ഒത്തൊരുമയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്താണ് റിയൽ ആയിട്ടാണ് കാണിക്കണേ. സോ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്? അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? എപ്പോഴും ഹാപ്പി എന്ന് പറഞ്ഞാല് നമ്മള് ഹാപ്പി മൊമെന്റ്സ് മാത്രം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യൂട്യൂബിൽ കാണുന്ന ഇപ്പം എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ നമ്മളിപ്പം ഓക്കെ നമ്മളെ ഒരു ഹാപ്പി കാണുന്നവർക്കും നമ്മളെ ഒരു ഫാമിലി ആ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെ. പക്ഷേ യൂട്യൂബ് നമുക്കുണ്ട് സങ്കടങ്ങൾ, കാര്യങ്ങൾ, വിഷമങ്ങളെല്ലാം. അത് എല്ലാവരും പോലെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അതില്ലാത്ത ആളൊന്നും ഈ ലോകത്തെ ഇല്ലാന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നമ്മൾ വീഡിയോയിൽ ഇടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കരയുന്ന കാര്യം കൊണ്ടിട്ട് ഞങ്ങളാരും കാണൂല. പിന്നെ നമ്മളെ ഹാപ്പി മൊമെന്റ് കാണാനാണ് നമ്മളെ ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ള യൂട്യൂബ് ഫാമിലിയുള്ളവർക്ക് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സന്തോഷങ്ങളാണ് കൂടുതൽ പങ്കുവെക്കൽ. അപ്പോൾ അത് കാണുന്നവർ അത് മാത്രമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതൊരു തെറ്റായ ധാരണയാണ്. പക്ഷെ വേറെ കലഹങ്ങളൊന്നുമില്ല, അത് ദൈവം സഹായിച്ചിരുന്ന നിലവിൽ. അപ്പോൾ ബാക്കിയെല്ലാം എല്ലാ ഫാമിലിയിലുള്ള പോലെ തന്നെ ഉള്ളൂ. പക്ഷെ വീഡിയോ ഒരു 10 മിനിറ്റ് വീഡിയോൻ്റെ അകത്ത് അത് മാത്രം അല്ല എന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. പൊതുവെ നമ്മളിപ്പം ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി, ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു സമയം കഴിഞ്ഞ് ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നത് ഈ അനിയൻ ചേട്ടൻ ഇഷ്യൂസ് വരും, അതിൽ നിന്ന് ഈ എമൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പല രീതിയിലുള്ള കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. സോ അത്തരത്തിലുള്ള പല മെസ്സേജുകളും കമന്റ്സുകളും നിങ്ങൾക്കും വന്നിട്ടുണ്ടാവാം. സോ അങ്ങനെയുള്ളത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടോ? അല്ല, ആ കമൻറ്റിന് റിപ്ലൈ ഞാൻ കൊടുക്കാറില്ല. അങ്ങനെ ഓൾറെഡി കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനുള്ള ടൈം കിട്ടും. കാരണം നമ്മൾ ജോലിയും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യൽ അപ്ലോഡ് ചെയ്യൽ. അപ്പോൾ ചോദിക്കും എന്നാൽ പിന്നെ നിങ്ങൾക്ക് കമൻറ്റും കൂടി ചെയ്യാൻ സമയം കിട്ടില്ലേ. അത് തന്നെ ഒരു ഓട്ടപ്പാച്ചൽ. നമ്മളെ കണ്ണൂർ ഭാഷയായിട്ട് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. ഞാനും കണ്ണൂരല്ലേ. അതെയാ, ഇവരല്ലല്ലോ ഇവരുടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനും കൂടിയുള്ള ടൈം ആവുന്നത് പോലെ ചെയ്യലുണ്ട്. എന്നാലും പറ്റാറില്ല കൂടുതലായിട്ട്.
അപ്പോൾ എന്തെങ്കിലും ചോദ്യം മറന്നു ഞാൻ പോയി. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബ് അതെ നമ്മളുമായി റിലേറ്റ് ചെയ്യുന്നതിന് തന്നെ കമൻറ്റ് ചെയ്യാൻ അധികം സമയം കിട്ടത്തില്ല. പിന്നെ വേറെ ഒരു ചാനലിലോ വേറെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുന്നതിൻ്റെ അകത്ത് അത് പറയേണ്ട ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ കണ്ടില്ല എന്ന് അടിക്കുമെന്നല്ലാണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ചോദിച്ച് എന്താണെന്നും എനിക്ക് മനസ്സിലായി, അത് ഏത് സമയത്താണെന്ന് മനസ്സിലായി. പക്ഷെ അത് അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യാനത് ഇതുവരെയായിട്ട് അതിന് റിപ്ലൈ കൊടുത്തില്ല. കാരണം അത് നമ്മളെ ബാധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് പിന്നെ നമ്മളതിൽ കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഓൾറെഡി നിങ്ങളെ കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പം ഓൾറെഡി ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് കമന്റ്സിന് റിപ്ലൈ തരുന്നില്ല? അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ മൂഡ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോൾ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ മനുഷ്യരാണ്, ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. സോ ആളുകൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് വന്ന് സംസാരിക്കണം, നിങ്ങൾ എപ്പോഴും ചിരിച്ചിരിക്കണം, തമാശ പറയണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ പബ്ലിക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൂഡ് ശരിയാവണമെന്നില്ല, സിറ്റുവേഷൻ ഓക്കെ ആവണമെന്നില്ല. സോ എപ്പോഴെങ്കിലും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഷോ ഇവർ പ്രതീക്ഷ പോലെ ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അത് കമന്റിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം പുറത്തടിക്കും പോകുന്നതായിരിക്കും, നല്ല രീതിയിലുള്ള ഇതുണ്ട്. ഞാൻ തന്നെ ഇവനെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇവൻ്റെ മൂഡ് നോക്കിയിട്ടാണ് വിളിക്കല്. കാരണം ഇവൻ ഏട്ടറാന്ന് വരെ മറന്നു കളി ചില സമയത്ത്. അത് വേറെ കിട്ടിയ ഗ്യാപ്പിൽ ഗോൾ അടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കത് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഇവൻ എടുക്കുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് വന്ന് വീഡിയോ എടുക്കുന്നത്, പിന്നെ കിട്ടുന്ന സമയം റെസ്റ്റ് കുറച്ചിട്ടാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും. അപ്പം ഞാൻ ആകെ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഈ പരിപാടിക്കെല്ലാം ഞാൻ കൂടുന്നുള്ളൂ. എന്നിട്ട് തന്നെ എന്നെ കൊണ്ട് ആകുന്നില്ല. അന്നേരം ഇവൻ പറയും നീ ആടെന്ന് വിളിച്ച് പറയാൻ നല്ല സുഖമല്ലേ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നടുക്കുമ്പോൾ പുറത്തേൽ പറയുന്ന സമയത്ത് പ്രതീക്ഷിച്ച പോലെ ചിലപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരോട് മിണ്ടാണ്ടോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അത് ചിലപ്പോൾ ഒരു 5 ആളോട് നമ്മൾ നല്ല രീതിക്ക് സംസാരിച്ചിട്ടുണ്ടാവും, 6ാമത്തെ ആൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. അയാൾ കറക്റ്റ് കമൻറ്റും എല്ലാം നല്ലോണം എഴുതുന്ന ആളുമായിരിക്കും. കറക്റ്റ് കമൻറ്റിൽ വന്നിട്ട് പറയുകയും ചെയ്യും ഇവർക്ക് ഭയങ്കര ജാടിയാന്ന്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ജാടിയാവാരിലൊന്നും നമ്മളെടുത്തില്ല, അങ്ങനത്തെ ഒരു സാധനവുമില്ല. അറിയാണ്ട് പറ്റിപ്പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ അടുത്ത് ആര് വന്ന് സംസാരിച്ചാലോ അല്ലെങ്കിൽ നമുക്കും സന്തോഷമുള്ള കാര്യമില്ല. കാരണം ഇതെല്ലാം നമ്മളും ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ. അതുകൊണ്ട് ആര് വന്ന് സംസാരിച്ചാലും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അല്ലാതെ ജാട കാണിക്കേണ്ട എന്തെന്നും ഇതിൻ്റെ അകത്തായിരിക്കാം ഉള്ളതെന്ന് എനിക്കൊരു കൊടുത്തില്ല, അതൊന്നുമില്ല. അല്ല ഓരോ സാഹചര്യം പോലെയാണ്. അതുപോലെ തന്നെ കുറേ അങ്ങനെ കമന്റ് അങ്ങനെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെ കമന്റ് വന്നിട്ടുള്ളതും കണ്ടിട്ട് മിണ്ടാതെ പോയി ഞാൻ ചിരിച്ചു എന്നോട് ചിരിച്ചില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമന്റ് കുറേ വന്നിട്ട്. പക്ഷേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അതെല്ലാം. ഞാൻ അതും പരമാവധി ഓവർകം ചെയ്ത് പരമാവധി എല്ലാവരോടും ഫുൾ ടൈം ചിരിച്ചു നടക്കുന്നത്. കാരണം അത് ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു കമന്റ് കാണുന്നത്. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണുള്ളത്. അതെ, ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ യൂട്യൂബിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആൻഡ് നിങ്ങൾ നേരിട്ട് പോലും കാണാത്ത ആൾക്കാരുടെ ഒരു ലവും സപ്പോർട്ടും നിങ്ങൾക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന, വീട്ടിൽ നടക്കുന്ന ചെറിയ കാര്യം വരെ ആളുകൾ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു. നിങ്ങൾക്കൊരു സന്തോഷം അവരുടെ സന്തോഷം എന്ന് കരുതുന്നു. സോ യൂട്യൂബ് കാരണം അല്ലെങ്കിൽ ഈ യൂട്യൂബ് ബ്ലോഗിങ് തുടങ്ങിയ ശേഷം വന്നൊരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങൾ കാണുന്നത്? അതായത് ആദ്യത്തെ ഒരു ലൈഫിൽ നിന്ന് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് യൂട്യൂബ് വന്നതിന് ശേഷം. നമ്മളാദ്യം ടിക്ടോക്കിലുള്ള സമയത്ത്, യൂട്യൂബ് എന്ന് പറയാൻ കഴിയില്ല, യൂട്യൂബ് വന്നുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ടിക്ടോക്ക് സമയത്ത് തൊട്ടിട്ടാണ് നമ്മൾ അത്യാവശ്യം ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയത്, നമ്മളെ വീഡിയോ എത്തിത്തുടങ്ങി. അന്നോട്ടൊരു തിരിച്ചറിയാൻ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് വായിക്കാൻ തുടങ്ങിയ, കമൻറ്റുകൾ കൂടി വരാൻ തുടങ്ങിയ ശേഷം നമുക്ക് ചെയ്യാനുള്ളൊരു ആവേശമായി, എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ഫീല് കിട്ടാൻ തുടങ്ങി. പിന്നെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഇടുക എന്നുള്ള ചിന്ത മാത്രമായി. പിന്നെ ഭയങ്കരമായിട്ട് നമ്മളും ഇതിൻ്റെ അകത്തേക്കായി പോയി. അങ്ങനെ കമൻറ്റും കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ആദ്യം വല്ലപ്പോഴും ഒരാൾ വന്നിട്ട് നിങ്ങൾ ടിക്ടോക്ക് ചെയ്യുന്നല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര ഒരു എന്താ പറയുക. നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പം വന്നപ്പോൾ മനസ്സിലായി നിങ്ങൾ എറണാകുളത്ത് നിന്നല്ലേ, ഈ തില്ലങ്കേരി, നമ്മൾ ഇരിട്ടി, തില്ലങ്കേരി, ഇവിടെ നമ്മളൊരു ഉള്ളോട്ടുള്ളൊരു നാട്ടും പുറത്ത്. അപ്പോൾ ഇവിടെയുള്ള നമ്മളെ എറണാകുളത്ത് നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഉണ്ട്. അതായത് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഈ ഒരു നാട്ടും പുറത്തേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം എന്നെല്ലാം തന്നെ അതായത് ഭയങ്കര ഹാപ്പി. പണ്ടത്തേനാക്കാട്ടും എല്ലാ ആൾക്കാരും തിരിച്ചറിയുന്നുണ്ട് ഇപ്പം അത്യാവശ്യം. ഇതെൻ്റെ ഇളയ മോനാട്ടാ, അങ്ങനെ പെട്ടെന്നൊന്നും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടീനടക്കം ഒരു FB പോസ്റ്റ് ഞാൻ ഇവന് ഷെയർ കൊടുത്തിട്ടേ ഉള്ളൂ. കുടുംബത്തിലെ ഇളയ കുട്ടികളാണ് ഏറ്റവും അപകടക്കുന്ന. നിങ്ങൾ 4 പേര് ഇപ്പൊ ഓൾറെഡി സംഗീതേട്ടൻ പറഞ്ഞു, ഇപ്പം എല്ലാവരും ഈ പറയുന്ന യൂട്യൂബിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ ലൈഫിൽ വന്നൊരു മാറ്റം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ? നല്ല മാറ്റങ്ങൾ തന്നെ വന്നിട്ടുള്ളത് അല്ലേ. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ആളുകളൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ. ഒന്നാമത് ഞാൻ ഈ നാട്ടിൽ
ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ പറ്റി ഒരാൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഒന്നാമത് പുറത്തിറങ്ങുന്ന ഒരു ടൈപ്പ് അല്ല. ഏട്ടനെ മാത്രമേ ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയും, ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ അകത്ത് കയറലും ഇവൻ അകത്ത് കയറില്ല. ലീവിന് വന്നാൽ തന്നെ ലീവിന് വരുന്ന ദിവസവും കാണും, ലീവ് കഴിഞ്ഞ് പോകുന്ന ദിവസവും കാണും. അതിൻ്റെ ഇടയ്ക്ക് ഇവനെ കാണൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ കയറും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ എന്നെ അധികം ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഇതിന് ശേഷമാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ എൻ്റെ പേര് പറയുമ്പോൾ ഒന്ന് മനസ്സിലാകാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു മാറ്റം. ഇപ്പം നാട്ടുകാർക്ക് അന്നെ ഇപ്പോൾ അത്യാവശ്യം അറിയാം, പക്ഷെ പുറത്തുള്ളവർക്ക് ഇപ്പം എന്നെ വലിയ ഇപ്പോൾ അറിയുന്നില്ല. ആ ഒരു രീതിയിലേക്ക് മാറി ഇപ്പോൾ. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ രണ്ടുപേര് ഇപ്പൊ അമ്മേനടക്കം ഇപ്പൊ പുറത്തു പോകുമ്പോൾ ആളുകളെ തിരിച്ചറിയുന്നു, ഈ പറഞ്ഞ സ്നേഹം ഓൾറെഡി എല്ലാവരിൽ നിന്ന് കിട്ടുന്നു. സോ ആ ഫീൽ എങ്ങനെയാ നിങ്ങൾക്ക്? ഞാൻ 2 വർഷത്തിന് മുന്നേ ഇപ്പൊ വന്നതല്ലേ. അതെ. അപ്പൊ എനിക്ക് മുന്നേ എന്ന് വെച്ചാല് ഞാൻ ബസ് സ്റ്റാൻഡിൽ എവിടെയും പോകാൻ എനിക്ക് സുഖമായിട്ട് പോകാനും നോക്കൂല. ഇപ്പൊ ഫ്രീഡം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇപ്പൊ സന്തോഷം തന്നെ. ഇപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് എന്നോട് സംസാരിക്കുമ്പോ കണ്ടിട്ടുണ്ട്, വീഡിയോ കാണാറുണ്ട് എന്നെല്ലാം പറയുമ്പോ സന്തോഷം. അങ്ങനെയല്ല, കുറച്ച് ആൾക്കാർ അല്ല. അത് പറഞ്ഞ പോലെ തന്നെ ഞാനും നാട്ടിൽ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. നാട്ടുകാർക്കൊന്നും അത്ര വലിയ അറിവൊന്നും ഇല്ല എന്നെ കുറിച്ചിട്ട്. അല്ല, ഇപ്പൊ കുറച്ച് വീഡിയോ കണ്ട ശേഷം ഇത്ര ആക്റ്റീവ് വീഡിയോ ചെയ്യുമോന്ന് തന്നെ ചോദിച്ചവരുണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ തന്നെ ഞെട്ടിപ്പോയതാണ്. ആളും ഇൻട്രോവേർട്ട് എന്നല്ല, ഇത് വരുന്നതിന് മുമ്പ് എന്നോട് കുഴപ്പമാക്കിയതാ. വീഡിയോ എടുക്കാനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് വരെ എന്നോട് പറഞ്ഞ ആളാ. പിന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ഇന്ന് വീഡിയോ എടുക്കുന്നില്ലേ? ആ അവസ്ഥയിലെത്തി. കണ്ടന്റ് കിങ് ആയി. ഈ കൂട്ടത്തിൽ ആർക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? അല്ലെങ്കിൽ എവിടെ പോലും ഇന്നാളെ കുറിച്ച് ചോദിക്കാം പറയണോ? ലാസ്റ്റ് ഒരാൾക്കും പറയാനില്ല. നമ്മളെ പുറമെ അൻവീനെ തന്നെ കേട്ടാ. ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും എല്ലാവരും വന്നിട്ട് കമന്റിൽ ഇന്നും കൂടി കണ്ടിട്ട് അൻവീനെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അനക്കൊരിക്കൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നുള്ള കമന്റ്. വെറുതെ പറഞ്ഞ എല്ലാ കമന്റിലും ഞാൻ കാണിച്ചു തരാം. പുറത്തു പോയാൽ രേഷ്മയല്ലേ അൻവീന്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെ. അൻവീൻ അങ്ങനെ ചോദിക്കാം നമ്മളോട്, അൻവീന്റെ അമ്മയല്ലേ എന്ന് ചോദിക്കും ഫസ്റ്റ്, എന്നിട്ട് ചാനലിന്റെ കാര്യങ്ങൾ ചോദിക്കും. ഇപ്പൊ നിങ്ങൾക്കിടയിലെ ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്ന ആരാ? അതിനു വേണ്ടി നമുക്ക് കാണിച്ചു തരാം. ഞാനും അല്ലാതെ എല്ലാരും എടുക്കും. അത് ഡയലോഗ് വല്ലതുള്ളൂ, അങ്ങനത്തെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പൊ മക്കളുടെ ആഗ്രഹം പോലെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു അമ്മേനെ കിട്ടിയ ഒരു ഫാമിലിനെ കിട്ടിയെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഇടയ്ക്ക് റോഡ് കൊടുത്തിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ആദ്യ സമയത്ത് ഇതൊരു പാഷന്റെ പുറത്തായിരിക്കും. കാരണം ടിക്ടോക്ക് കഴിഞ്ഞ് നിങ്ങൾ തുടങ്ങിയ ഒരു സംഭവം, ഒരു പാഷൻ ഉണ്ടാവും. പിന്നീട് ഒരു വരുമാനം നമുക്ക് കിട്ടി തുടങ്ങി, അത് ഫുൾ ടൈം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായിട്ടുള്ള ജോലിയിൽ നിങ്ങൾ തിരക്കാണ്. സോ ഇത് എങ്ങനെയാണ് യൂട്യൂബിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതെല്ലാം ഒരു ഒഴുക്കില്ലേ, നമ്മളെല്ലാം ഇതെല്ലാം ഏത് വരെ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പം നാളെ ഇതൊരു സ്റ്റക്കായി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, ചിലപ്പോൾ ഈ ചാനൽ പൂട്ടിപ്പോയാൽ പോയി. ഇതെല്ലാം അത്ര കാലത്തൊക്കെ ഉള്ളൂ. അതോ പൈസ എൻ്റെ അഭിപ്രായത്തിലൊരു ഏണിങ്സ് വരുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗിക്കുവാന്ന് തന്നെ ഞാൻ പറയും. കാരണം നല്ല ഒരു തീരുമാനം തന്നെയാണ്. പല ആൾക്കാരും ജോലി ഒഴിവാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം വെച്ചാൽ ജോലി നമുക്കൊരു തൊഴിൽ നമുക്ക് അറിയാമെങ്കിൽ അത് നമുക്ക് നാളെയും ചെയ്യാൻ പറ്റും. തൽക്കാലത്തേക്ക് നമ്മൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിപ്പം ഒരു പ്രൈവറ്റ് ജോലിയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ തൽക്കാലത്തേക്ക് ബ്രേക്ക് എടുത്തിട്ട് ഇതിൽ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഏണിങ്സ് കിട്ടുന്നതുകൊണ്ടാണല്ലോ അതിൽ വരുന്നത്. അപ്പോൾ എനിക്കൊരു മോശമായിട്ടും തോന്നിയിട്ടില്ല. അതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നതാണ്. നമ്മളെ ജോലിക്ക് പോകുന്നത് വെച്ചാൽ അത് ചിലപ്പോൾ നമ്മളെ സാഹചര്യമോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനാണ് നമുക്കിഷ്ടം. അപ്പോൾ ഇതിൽ മാത്രമായിട്ട് എനിക്ക് താല്പര്യമില്ല നിലവിൽ. ഇപ്പം ഇനിയിപ്പം ഇത്രയും കാലമായിട്ട് രണ്ടും കൂടി ഇങ്ങനെ പോകുന്നു. ഏതുവരെ പോകും അതുവരെ നോക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ജോലി ഫ്രീ ടൈം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് എല്ലാം കഴിഞ്ഞ ആ ഒരു റിസൾട്ട് കാണുമ്പോൾ ഹാപ്പിയാണ്. നോക്കാം. നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കണോ വേണ്ടോ എന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇനി മുമ്പോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഒഴിവാക്കാൻ പോകുന്നില്ല, ഉറപ്പ് വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോവില്ല. പക്ഷെ ഈ നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ ഇത്ര ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ കാണുന്നത് മുഴുവൻ പ്ലേ ബട്ടൺസ്. ആൻഡ് ഓൾറെഡി ഒരു സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട് ആൻഡ് ഡയമണ്ട് ഉണ്ട്. സോ അതൊരു ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾക്ക്? ദൈവം സഹായിച്ചിട്ട് അതൊരു 3ാമത് കേരളത്തിലാന്ന് തോന്നുന്നു. മൂന്നാമത് ഡയമണ്ട് കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ണൂരിൽ തില്ലങ്കേരി എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു നാട്ടിലേക്ക് നമുക്കൊരു ഡയമണ്ട് കൊണ്ടുവരാൻ പറ്റി. അത് ഇവരെ തന്നെ മെയിനായിട്ട് പറയാൻ അൻവിയും സായിച്ചു തന്നെ ഞാൻ പറയും. കാരണം അവരെ ആ ഒരു ടോം ആൻഡ് ജെറി തന്നെയാണ് അത് ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം. അതിൽ ഭയങ്കര അത് നമ്മുടെ നാട്ടിലേക്ക് എന്നല്ല കേരളത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ 3ാമതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം തോന്നിയ സംഭവം തന്നെ.
നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ആദ്യ വീഡിയോ ഇടുന്ന സമയത്ത് ഇത്ര സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് വരും, ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? എല്ലാം ഒരു ധൈര്യത്തിൽ അങ്ങ് തുടങ്ങണം. നമ്മള് ആരായിരുന്നു മോട്ടിവേഷൻ? ഇപ്പൊ നമ്മൾ തുടങ്ങണമെങ്കിൽ നീ തുടങ്ങ്, ഫുൾ സപ്പോർട്ട്. അല്ലെങ്കിൽ ചില സമയത്ത് ഡൗൺ ആയി പോകുമല്ലോ, എപ്പോഴും ഒരേ ട്രാക്കിൽ നമ്മുടെ മൈൻഡ് ഉണ്ടാവില്ല. സോ തളരുന്ന സമയത്ത് ആരാണ് ഈ കൂട്ടത്തിലെ ഒരു ഏറ്റവും മോട്ടിവേഷൻ? കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾ ഇവൻ തന്നെയാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജോലി അതിൻ്റെ ഒരു പ്രഷർ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇടക്കിടക്ക് ഒരു മടുപ്പ് വരും. എടുക്കാൻ കൈയല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എല്ലാം ഒഴിവാക്കിയിട്ട് പോകും. അപ്പൊ ഇവന്റെ ഒരു കോള് കാണും ഞാൻ. ഇവന്റെ കോള് കണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഞാൻ എനർജിയായി. എനിക്ക് പറഞ്ഞ പരിപാടി ഇല്ല, ചെയ്യേണ്ടി ഇവനല്ലേ, ചെയ്യേണ്ടത് ഞാനല്ല. ഒരു 4 വീഡിയോ അതിൽ കിട്ടും. ഇവള് വരെ ഞെട്ടിപ്പോയെ തുടങ്ങാം. പക്ഷെ സംഗീതേട്ടൻ ഇപ്പൊ തിരിച്ചു വന്നതിന് ശേഷമുള്ള വീഡിയോസ് ഇപ്പൊ ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവന് തുടങ്ങിയപ്പോ ഇവനെ മനസ്സിലായി സംഭവം എത്രത്തോളം. അല്ല അത് പിന്നെ ചോദിച്ചോ, പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ. നല്ല പണിയുണ്ടപ്പാ. അല്ല, യൂട്യൂബില് വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇട്ട് വീഡിയോ ഇട്ടാൽ പോരെ, അതിനൊരു റീച്ച് കിട്ടില്ല, അതിന് പേയ്മെന്റ് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്ര എളുപ്പമുള്ള പരിപാടിയാണോ യൂട്യൂബ് വ്ളോഗിങ്? വെറുതെ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടില്ലല്ലോ നമ്മള്. എന്തെങ്കിലും കുറച്ചൊരു കണ്ടന്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് വീഡിയോ നമ്മൾ ഇടലില്ലോ. ടോം ആൻഡ് ജെറി ആയാലും എന്തെങ്കിലും ഒരു രസം കാണാൻ ആൾക്കാർക്ക് രസമുള്ളതല്ലേ നമ്മൾ ഇടാൻ ശ്രമിക്കാറില്ല അല്ലേ? ചിലപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഈ ക്യാമറ എടുത്ത് മുറ്റത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നാലും ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തിടും? ശരിക്കും കോണ്ടന്റ് ഐഡിയാസ് ഒക്കെ ആരാ കൊണ്ടുവരാ? അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല. അത് ഓരോ ടൈമിന് ഓരോരുത്തർക്ക് കിട്ടുന്ന പോലെയാ. ഒന്നും കിട്ടാത്ത സമയത്ത് ചിലപ്പോ കൊറിയെന്നോ ഹിന്ദിന്നോ ഒക്കെ അടിച്ചു മാറ്റും. ചെറിയ, പക്ഷെ അതുപോലെ നമ്മളങ്ങനെ എക്സാക്ട് കോപ്പി എടുക്കാറില്ല. പക്ഷെ ചെറിയൊരു ടൈപ്പിൽ നമ്മളങ്ങനെ ചെയ്യും. കോപ്പി അടിക്കലില്ല എന്നും പറയുന്നില്ല, ചിലത് കേട്ടോ അപൂർവം. പരമാവധിയൊക്കെ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ഒന്നും കിട്ടുന്നില്ലേ ക്യാമറ എടുത്ത് തോളിലിട്ട് നടക്കും. കഴുത്തിലിട്ടിട്ട് ഞാൻ അങ്ങോട്ട് നടക്കും. ഇവളെല്ലാം ഉണ്ടാവും ഇങ്ങനെ ഇറത്തിങ്ങനെ. പക്ഷെ ആളുകൾ വെയിറ്റ് ചെയ്യില്ല. ഇപ്പം എപ്പോഴും കണ്ടു മടുത്തതാവാതെ പുതിയ പുതിയ ആൾക്കാർ എപ്പോഴും വെയിറ്റ് ചെയ്യാണ്. സോ അത് നിങ്ങൾക്ക് പ്രഷർ ആവാറുണ്ടോ? പരമാവധി കോപ്പി അടിക്കാതെ ചെയ്യാൻ നോക്കലുണ്ട് പരമാവധി. കാരണം നമ്മുടെ 99% നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് തന്നെയാണ്. അത് കണ്ടുപിടിക്കല് ചെറിയൊരു പണിയല്ല. അതന്നെ ഇപ്പൊ കമന്റ് ബോക്സിൽ ഇപ്പൊ വരുന്ന വെച്ചാൽ സംഗീതേട്ടൻ വന്നതിന് ശേഷം ഭയങ്കര ആക്റ്റീവ് ആണ്. വീഡിയോസിൽ കിട്ടുന്ന ഒരു അത് ഈ വീട്ടിൽ മൊത്തത്തിൽ അങ്ങനെയാണ്. ഈ വീട്ടിൽ മൊത്തത്തിൽ ഒരു എനർജി ലെവൽ കുറച്ചൊന്ന് കൂടാറുണ്ട്. അതിനെ ഇരുത്തിക്കൊണ്ട് പുറത്തുന്നില്ല, ഉള്ള കാര്യമായിട്ടുള്ള സംഭവമാണ്. കുട്ടികളെക്കാളും സൗണ്ട് ആണ്. അപ്പൊ പിന്നെ കുട്ടികളുണ്ടെങ്കിലും സംഗീതേട്ടനും കൂടി ഉണ്ടായാൽ അതിലും കൂടുതൽ എനർജി. കൂട്ടത്തിൽ പറയാ, അപ്പുറത്തുനിന്ന് വിജിഷ ഓടി വന്നത് വണ്ടി ഒച്ച കേട്ടിട്ട് ഞാൻ ഇവിടെ കയറി വെറുതെ ഇങ്ങനെ. ഇവിടെ അധികം അങ്ങനെ വീടൊന്നുമില്ലല്ലോ, നമുക്ക് 2-3 വീടില്ലല്ലോ, അപ്പൊ നമുക്ക് ഫുൾ ഫ്രീ ആണ് വീടാ. ഞാൻ അങ്ങനെ കയറി വരുമ്പോ തന്നെ ഓടി വായോ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഭ്രാന്ത്. ഞാൻ ഓരോ അടിച്ചു വരുന്ന കാര്യം ഊട്ടിയിടാൻ വന്നത് ഞാനാ ശരിക്കും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാൻ സമയം നീട്ടണ്ട. ഞങ്ങൾക്ക് പുതിയ കഥകൾ കിട്ടും. നമ്മള് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രാവശ്യം അതിന്റെ മുകളിൽ കയറി, നമ്മളെ ഏറ്റവും ടോപ്പിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെത്ര സംഭവിച്ചില്ല. ഓക്കെ, എന്നിട്ട് ഈ ഇപ്പൊ ഉള്ള ടാങ്കല്ലായിരുന്നു, പ്ലാസ്റ്റിക്കിന്റെ മറ്റേ ടാങ്ക് ആയിരുന്നു. നമ്മൾ ഉള്ളിൽ ഇറങ്ങി ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പം വെള്ളം ലാസ്റ്റ് കുറേ നല്ല വെയിലത്താണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അടിയിൽ ഇരുന്നിട്ട് തന്നെ ഇവര് ഇരുന്ന് കഴിയും. ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട്, ചിമ്മിണീന്റെ മുകളിലാണ്. ചിമ്മിണി മനസ്സിലായിട്ടുണ്ടാവില്ലേ? ചിമ്മിണീന്റെ മുകളിലാണ്, അതിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ ഏറ്റവും ഹൈറ്റിലും അല്ലേ ഉള്ളത്. ഞാൻ പുറത്ത് നിന്ന് ഇടം മതി എന്ന് പറഞ്ഞു. ലാസ്റ്റ് കുറച്ചും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുറേ സമയം നല്ല വെയിൽ പിടിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അമ്മയോട് വിളിച്ചു പറഞ്ഞ് വെള്ളം ഓണാക്കുമെന്ന് പറഞ്ഞു. ഇതിലേക്ക് വെള്ളം വരാൻ തുടങ്ങിയാലോ ഇവൻ എണീച്ച് നിന്നു. അപ്പം അത്രയും നേരം ഇരുന്നിട്ട് വെയിലും കൊണ്ട് ഇരുന്നോണ്ട് പെട്ടെന്ന് എണീച്ച് നോക്കുമ്പോൾ തല കറങ്ങാൻ തുടങ്ങി. ഇവൻ അതിൻ്റെ ഉള്ളിലും. ഇവൻ പറഞ്ഞു, എടാ എനിക്ക് ഇങ്ങനെ കണ്ണിനിങ്ങനെ ഇരടിയായിരുന്നു പറഞ്ഞു. എനിക്കിത് പിടിച്ചിട്ട് ഇവനെ നിൽക്കുന്നില്ല, ഇവനെ പിടിച്ചെടുത്താൽ ഞാനുള്ളത്. അപ്പോൾ വെള്ളമാണെങ്കിൽ ഫുൾ പ്രഷറിൽ വെള്ളം ടാങ്കിലേക്ക് നിറഞ്ഞു നിൽക്കുന്നു. ഞാനെന്ന് പറഞ്ഞ് ഊക്കി വിളിക്കുന്നുണ്ട് ഞാൻ താഴെ വെള്ളം ഓഫാക്കാൻ. കാരണം ഇതിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ കയ്യിലുള്ളത്, എനിക്ക് വേറെ സ്ഥലമില്ല, അത്രയും സ്ഥലമില്ല, ടാങ്ക് വെക്കേണ്ട സ്ഥലം ഇപ്പം കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പം മുകളിൽ വാർത്തു. അപ്പോൾ ഞാൻ വിളിച്ചു പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ലാസ്റ്റ് എങ്ങനെയോ ഒരു 10-100 വട്ടം വിളിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് കേട്ടു വെള്ളം ഓഫാക്കി. അപ്പോഴേക്ക് ആ വരുന്ന വെള്ളം തന്നെ ഞാൻ ഇവൻ്റെ മുഖത്താക്കി ഒരു 15 മിനിറ്റ് ഏകദേശം എടുത്തിന് ഇവനൊന്ന് റെഡിയായി വരെ. ആ ടാങ്ക് ഏകദേശം അറിയാനും അതിന്. പക്ഷേ അപ്പോഴത്തേക്ക് വെള്ളം ഓഫാക്കി എങ്ങനെയല്ലോ പുറത്തിറക്കി. സതീശേട്ടൻ പിന്നെ അപ്പുറത്തെ വീട്ടിലെ സതീശേട്ടൻ പറയാം,
ഞാൻ എൻ്റെ ഇത് പറഞ്ഞത് എടാ നിന്റെ ഒച്ച കേട്ടിട്ട് സ്ഥിരം കേൾക്കുന്നതായതുകൊണ്ട് ഞാൻ ഓരത് കേൾക്കുന്നുണ്ട്, ഞാൻ ഈ വിളിക്കുന്നത് ആള് കേൾക്കുന്നുണ്ട്, പക്ഷെ ആള് വേറെ എന്തോ ഒരു സൗണ്ട് എന്നുള്ള രീതിയിൽ അത്ര മൈൻഡ് ആക്കിയില്ല. എപ്പോ സൗണ്ട് ഉണ്ടാകുന്നോണ്ട് അന്ന് ഞാൻ ഓർമ്മിച്ചു പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ ഒരു ദിവസം വന്നപ്പോ ആരും ഇല്ല. ഞാൻ അതിന് ശേഷം പിന്നെ സൗണ്ട് എല്ലാം കുറച്ച് നല്ലവനായി ഉണ്ണിയായിട്ട് ഇങ്ങനെ പക്ഷെ അത് സൂപ്പർ ഹീറോ ആയിട്ട് രക്ഷിച്ചു. എല്ലാ ടാങ്കിൽ ഇറക്കിയത് ഇവൻ തന്നെയാണ്. പക്ഷെ അന്ന് നല്ല ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല ടെൻഷൻ അടിച്ചു കാരണം അത് ടൈം ഇതായി പോയി. ഒന്നുകിൽ രാവിലെ ചെയ്യണം അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യണം. നമ്മൾ ഒന്നാമത് വെയിലത്ത് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല. അത് പക്ഷേ ഞാനിപ്പോ ഇവരോടെല്ലാം ഇത് പറയുമ്പോ ഇവർക്ക് ഇപ്പൊ നിങ്ങളോട് പറയുമ്പോ ഇതൊരു കഥയല്ലേ, പക്ഷെ ആ ഒരു സെക്കൻഡ് നേരം അതൊരു CCTV ഉള്ള ഒരു സാധനം ഇല്ലേ, അത് BGM-ലോട്ട് പോയേനെ. തമാശ പറയുന്നില്ല, കാരണം നമ്മള് എന്തൊരു കാര്യം പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അതൊരു കഥ മാത്രമാണ്, പക്ഷെ നമ്മൾ ജീവിതത്തിൽ അത് വരുമ്പോൾ അതൊരു ആ ഒരു സെക്കൻഡിൽ ഞാൻ അടിച്ച ടെൻഷൻ, അത് ഞാൻ വിളിക്കുന്ന ആരും കേൾക്കുന്നുമില്ല, വെള്ളം നിറയുന്നുണ്ടെങ്കിൽ ഇവൻ ബോധമില്ല, ഇവൻ കൈ പിടിച്ച് നിന്നെടുക്കുക, ഇവൻ ഇങ്ങനെ വീണെടുക്കുക, വെള്ളം വരുന്ന വെള്ളം ഞാൻ എടുത്ത് മൂത്താക്കുന്ന എനിക്ക് കരച്ചിലും വരുന്നു, ഇത് ആരും കേൾക്കുന്നുമില്ല. അല്ല ഒരു കൈമന്ന് ഇളകിയാലും വെള്ളത്തിലേക്കല്ലേ പോവാ, വലിയ ടാങ്കും അല്ലേ, ഇവനൊരു അത്രേ ഉള്ളൂ കഥ ക്ലോസ്. സ്നേഹം കണ്ട ആള് ഇമോഷണൽ ഉള്ള കാര്യമായതുകൊണ്ട് ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. അത് സ്നേഹം ഇപ്പൊ ആരും നിങ്ങൾ വീഴാൻ പോയാലും ഞാൻ പിടിക്കൂലേ, അത് സ്വാഭാവികല്ലേ. മനസ്സിലായോ?